ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട വാർത്ത PM ശ്രീയുടെ ധാരണാപത്രം 24-ന് ലഭിച്ചിരിക്കുകയാണ്. ഇതിൽ ഈ ധാരണാപത്രം ഒപ്പിട്ടത് 16-ാം തീയതിയാണെന്ന് രേഖ വ്യക്തമാക്കുന്നു. കഴിഞ്ഞ ദിവസമാണ് ഇത് ഒപ്പിട്ടതെന്നായിരുന്നു ഇതുവരെ പുറത്തുവന്ന വാർത്തകൾ. പക്ഷേ 16-ാം തീയതി തന്നെ ഈ MOUവിൽ കേരളം ഒപ്പിട്ടിരിക്കുന്നു എന്നാണ് 24-ന് ലഭിച്ചിട്ടുള്ള ധാരണാപത്രത്തിന്റെ പകർപ്പിൽ പറയുന്നത്. ധാരണാപത്രം റദ്ദാക്കാൻ സംസ്ഥാനത്തിന് അവകാശമില്ലെന്നും ഇതിൽ പറയുന്നുണ്ട്. 30 ദിവസത്തെ നോട്ടീസ് നൽകി MOU കേന്ദ്രത്തിന് റദ്ദാക്കാമെന്നും ഈ ധാരണാപത്രത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നു. ഉമേഷ്, ഇതിനകം തന്നെ CPI ഉന്നയിക്കുന്ന ആരോപണത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ധാരണാപത്രം ഏതു സമയവും, അതായത് അതിൽ പറയുന്ന ചില കാര്യങ്ങൾ, ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കുക, അവർ നിർദ്ദേശിക്കുന്ന തരത്തിൽ അത് നടപ്പാക്കിയില്ലെങ്കിൽ ഈ ധാരണാപത്രത്തിൽ നിന്ന് പിന്മാറാനുള്ള അവകാശം കേന്ദ്ര സർക്കാരിനുണ്ട്. അങ്ങനെ പിന്മാറിയാൽ അത് കേരളത്തിന് തിരിച്ചടിയായിരിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ CPI ചൂണ്ടിക്കാട്ടിയിരുന്നതാണ്. അങ്ങനെയെങ്കിൽ ആ CPIയുടെ ആരോപണങ്ങൾ ശരിവെക്കുന്ന തരത്തിലല്ലേ ഇപ്പോൾ ഈ ധാരണാപത്രത്തിലുള്ള വ്യവസ്ഥകളൊക്കെ? ഉമേഷ്. ദിൽകുമാർ, തീർച്ചയായും അങ്ങനെ തന്നെയാണ് ഇത് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഈ പ്രധാനമായി 6 പേജുകളിലാണ് ഇതിൻ്റെ നോംസ് ആൻഡ് കണ്ടീഷൻസ് വിവരിക്കുന്നത്. അതിൽ ഏറ്റവും സുപ്രധാനം ഈ സർക്കാരും, അതായത് സ്റ്റേറ്റും സെൻട്രലും തമ്മിൽ ഉണ്ടാക്കുന്ന ഈ ധാരണാപത്രത്തിന് ഇത് റദ്ദാക്കാനുള്ള അവകാശം കേന്ദ്ര സർക്കാരിനാണ്. കേന്ദ്ര സർക്കാർ റദ്ദാക്കണമെങ്കിൽ അത് 30 ദിവസത്തെ, അതായത് ഇത് തമ്മിലുള്ള മെമ്മോറണ്ടം തമ്മിലുള്ള ഈ മാനദണ്ഡത്തിൽ ഏതെങ്കിലും രീതിയിൽ സംസ്ഥാന സർക്കാർ ഒരു മാറ്റം സംഭവിച്ചാൽ, അല്ലെങ്കിൽ അതിൽ പാലിക്കാതെ വന്നു കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാരിന് എപ്പോൾ വേണമെങ്കിലും ഈ അണ്ടർസ്റ്റാൻഡിംഗ് മെമ്മോറണ്ടം റദ്ദാക്കാവുന്നതാണ്. അതിന് 30 ദിവസത്തെ നോട്ടീസ് നൽകാം. അതായത് നിങ്ങൾ ഈ മാനദണ്ഡം പാലിക്കപ്പെടുന്നില്ല എന്ന് കേന്ദ്രത്തിന് ആദ്യം ഒരു നോട്ടീസ് നൽകിയാൽ, ആ നോട്ടീസ് നൽകിയതനുസരിച്ച് മാനദണ്ഡം പാലിക്കാൻ 30 ദിവസത്തിനകം അത് തെറ്റ് മാറ്റി മുന്നോട്ട് പോകാൻ സംസ്ഥാനത്തിന് അവസരമുണ്ട്. 30 ദിവസവും ഈ മാനദണ്ഡം പാലിച്ച് മുന്നോട്ട് പോകാൻ തയ്യാറായില്ല എങ്കിൽ ഈ MOU പൂർണ്ണമായി റദ്ദാക്കാൻ കേന്ദ്ര സർക്കാരിന് അവകാശമുണ്ട്. എന്തായാലും ഇതിൽ ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അതിൽ തന്ത്രപരമായ നീക്കം എന്നുള്ളതാണ് വിദ്യാഭ്യാസ മന്ത്രി എടുത്തു പറഞ്ഞത്. അത് തന്ത്രപരമായ നീക്കം എന്താണ് എന്ന് ഈ MOU വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്, ഈ MOUവിൻ്റെ കാലാവധി എന്ന് പറയുന്നത് 31/3/2027 വരെ മാത്രമാണ്. അതായത് ഇനി 1.5 വർഷത്തോളം മാത്രമേ കഷ്ടിച്ച്, അല്ലെങ്കിൽ 2 വർഷത്തിനകത്ത് മാത്രമേ ഇതിനൊരു സമയപരിധിയുള്ളൂ. അതിനിടയ്ക്ക് ഈ സ്കൂളുകളുടെ പട്ടിക കൈമാറി ഈ സ്കൂളുകളുമായി ബന്ധപ്പെട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം തയ്യാറാക്കി, പ്രത്യേകിച്ച് ലാബുകൾ, അതിൻ്റെ സ്കിൽ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള മറ്റു മുന്നൊരുക്കങ്ങൾ എന്നിവയെല്ലാം തയ്യാറാക്കി വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ കാലാവധി, MOUവിൻ്റെ കാലാവധി അവസാനിക്കും. അത്തരത്തിൽ അവസാനിച്ച് കഴിയുമ്പോൾ സ്വാഭാവികമായി ഇത്തരത്തിൽ കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന ഈ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഏറ്റെടുക്കുന്ന സ്കൂളുകളുടെ ഒരു പൂർണ്ണ ചുമതല, അതായത് ഈ കാലാവധി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സ്കൂളുകൾ വീണ്ടും സ്റ്റേറ്റിന് കൈമാറും. 5 വർഷമാണ് സാധാരണഗതിയിൽ, അത് 2022 ആരംഭിച്ചാൽ 5 വർഷമായിരുന്നു കാലാവധി. അതേ രീതിയിൽ തന്നെയാണ് MOU സൈൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ സൈൻ ചെയ്തിരിക്കുന്ന ഡേറ്റ് എന്ന് പറയുന്നത് ഈ മാസം 16-ാം തീയതിയാണ്. ഈ മാസം 16-ാം തീയതി ഡേറ്റ് ഈ MOU സൈൻ ചെയ്യുമ്പോൾ അത് വളരെ തുച്ഛമായ കാലയളവ് മാത്രമേ ഈ MOU സംബന്ധിച്ച ഒരു കേന്ദ്ര സർക്കാരിന് ഈ സ്കൂളുകളിൽ ഏകദേശം 300-ലധികം സ്കൂളുകൾ കേന്ദ്ര സർക്കാരിന് ഇങ്ങനെ PM ശ്രീ പദ്ധതി വഴി കൈമാറേണ്ടി വരും. ആ കൈമാറുന്ന സ്കൂളുകൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ അവകാശം ഉണ്ടാവുകയുള്ളൂ. അതിനുശേഷം 2027 ഈ സ്കൂളുകൾ വീണ്ടും സംസ്ഥാന സർക്കാരിന് കൈമാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ കേന്ദ്രത്തിൻ്റെ നിലപാടുകൾ, അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ ഭയക്കുന്നത് പോലെ ചില കേന്ദ്ര അജണ്ടകൾ നടപ്പാക്കാൻ പൂർണ്ണമായി സ്കൂളുകളെ വിട്ടു നൽകാതെ പിടിച്ചു നിൽക്കാനാകും എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ കരുതുന്ന ഒരു കാര്യം. അതോടൊപ്പം ഈ PM ശ്രീ പദ്ധതി നടപ്പാക്കുന്നതിലൂടെ സംസ്ഥാനം കൂടുതൽ തുകയൊന്നും പ്രതീക്ഷിക്കുന്നില്ല. അതിന് വളരെ തുച്ഛമായ പണമാണ് ലഭിക്കുന്നത്. പക്ഷേ PM ശ്രീയിൽ ഒപ്പിടാത്തത് കൊണ്ട് തടഞ്ഞു വെച്ചിരിക്കുന്ന തുക, ആ തുക ലഭിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഉമേഷ് തന്നെ ചൂണ്ടിക്കാട്ടിയതുപോലെ ഇതിന്റെ തീയതി 16-ആണ്. ഇത് വാർത്ത പുറത്തു വന്നത് കഴിഞ്ഞ ദിവസം മാത്രമാണ്. അതായത് വളരെ രഹസ്യാത്മക സ്വഭാവത്തിലാണ് സർക്കാർ ഇതിനെ കൈകാര്യം ചെയ്തത്, വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്തത്. CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അല്പം മുമ്പ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതുപോലെ CPIയെ പൂർണ്ണമായും ഇരുട്ടിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു തീരുമാനം. അതാണ് ഈ 16 കഴിഞ്ഞ് ദിവസങ്ങൾ കഴിയുന്നു. CPIയുടെ 4 മന്ത്രിമാർ 4 സുപ്രധാന വകുപ്പുകൾ കൈയാളുന്നു. പക്ഷേ അവരാരും തന്നെ ഇത്രയും ദിവസമായിട്ടും ഈ വിവരം അറിഞ്ഞിരുന്നില്ല. അത്ര രഹസ്യാത്മകമായിട്ടാണ് ഇത് നടപ്പാക്കിയതെന്നല്ലേ ഇപ്പോൾ ഈ ധാരണാപത്രത്തിലൂടെ തന്നെ വ്യക്തമാകുന്നത്?
തീർച്ചയായും അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതായത് മന്ത്രി ശിവൻകുട്ടി പറഞ്ഞത് കുറച്ച് ദിവസം മുൻപ് കേന്ദ്രത്തിൽ നിന്നൊരു അവസാനവട്ട ഒരു നിർദ്ദേശം വന്നിരുന്നു. അതാണ് അതേ തുടർന്നാണ് ഇത് ഒപ്പിടാൻ തയ്യാറായതെന്നാണ്. പക്ഷേ അതും വിശ്വസിക്കാൻ കഴിയാത്തതാണ് ഈ ഡാറ്റ്. അതായത് ഇതിൽ MOU സൈൻ ചെയ്തിരിക്കുന്നത് വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി, സർക്കാരിന് വേണ്ടി സൈൻ ചെയ്തിരിക്കുന്നത് വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി K വാസുകിയും ഒപ്പം അഡീഷണൽ സെക്രട്ടറി ചിത്ര IAS ഉമാണ്. ഇവർ രണ്ടുപേരും ഒപ്പിട്ട ഡേറ്റ് എന്ന് പറയുന്നത് ഒക്ടോബർ 16. അതായത് ഇതിനു മുൻപ് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ സംസ്ഥാന സർക്കാരിനുണ്ടായിരുന്നു. അതായത് കഴിഞ്ഞ ക്യാബിനറ്റിൽ CPI മന്ത്രിമാരടക്കം തങ്ങളുടെ ആശങ്ക പറഞ്ഞു. ആ ആശങ്കയ്ക്ക് ഒരു മറുപടിയും പറയാതെ ഇരുന്ന വിദ്യാഭ്യാസ മന്ത്രിയും മുഖ്യമന്ത്രിയും ഈ MOU വന്ന കാര്യം, MOU സൈൻ ചെയ്ത കാര്യം മനസ്സിലാക്കിയിട്ട് വേണം അങ്ങനെ മിണ്ടാതിരുന്നത് എന്ന് വേണം മനസ്സിലാക്കുന്നത്. അതായത് CPI മന്ത്രിമാർ ഈ ആശങ്ക ഉന്നയിച്ചപ്പോൾ പോലും അതുമായി ബന്ധപ്പെട്ട ഒരു മൗനം പാലിച്ചു, തന്ത്രപരമായ മൗനം. ഒരുപക്ഷെ അന്ന് ഞങ്ങൾ ഒപ്പിട്ട് കഴിഞ്ഞു എന്ന് ആ മന്ത്രിസഭാ യോഗത്തിൽ പറഞ്ഞിരുന്നെങ്കിൽ അപ്പോൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രക്ഷോഭങ്ങളോ അല്ലെങ്കിൽ പ്രതിഷേധങ്ങളോ പൂർണ്ണമായും ഇരുട്ടിൽ നിർത്തിക്കൊണ്ടുള്ള തീരുമാനമാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന്, വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്നാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള ഈ ധാരണാപത്രം വ്യക്തമാക്കുന്നത്. ധാരണാപത്രത്തിന്റെ പകർപ്പാണ് 24-ന് ലഭിച്ചിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.